അപ്പം എല്ലാവരും വായോ, നമുക്ക് നാരായണിയും കുഞ്ഞുണ്ണീനെയും കൂടെ കൂട്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പോയാലോ. ആൾ 6:40 എത്തണം കേട്ടോ. ഞങ്ങളൊരു 5 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ട്രാഫിക് ബ്ലോക്കിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ച്. അതോടെ ഞങ്ങൾ 6 മണിക്ക് മുന്നേ എയർപോർട്ട് പരിസരത്ത് എത്തിയോണ്ട് പാർക്കിംഗ് ഫീ കൂടുതലായതുകൊണ്ടും ബാക്കി സമയം മോൾ ഓഫ് ട്രാവൻകൂറിൽ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നൊരു ചായയും കുടിച്ചിട്ടിരുന്നപ്പോൾ അവിടെ ചെണ്ടമേള ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അത് നേരെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മാരാർ ബേസ്ഡ് ഫാമിലി ആയതുകൊണ്ട് എനിക്ക് ചെണ്ടയോടൊരു ഇഷ്ടമുണ്ട്. മാത്രമല്ല ഒരു മലയാളിയല്ലേ, ചെണ്ടമേള ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരാണുള്ളത്? കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെണ്ടയുടെ താളവും മേളവും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ മോൾ ഓഫ് ട്രാവൻകൂർ അതിൻ്റെ പഴയ പ്രൗഢിയിലേക്ക് വന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ലുലു അതിന് ശേഷം ഞാൻ പോകുമ്പോഴൊക്കെ വളരെ ശോകമായി കിടക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അത് അപേക്ഷിച്ച് ഇന്ന് നിറയെ തിരക്കും ആളുകളെയൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. പാർക്കിങ് ഞങ്ങൾക്ക് മേളിലാണ് കിട്ടുക, അത്രയും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ഒരു 6:45 എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൾ ഞങ്ങളെ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇറങ്ങി വരാൻ ചിലപ്പോൾ ലേറ്റ് ആവും, അതുകൊണ്ട് നീ പതിയെ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോകണുണ്ട് പിക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു ഫ്ലവർ ബൊക്കെയൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആൾ വരുമ്പോൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എയർപോർട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേന്ന്. പിന്നെ അവിടെ ചെന്ന ആൾക്കാരുടെ കയ്യിൽ ഓരോ ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്കും സമാധാനമായി. അങ്ങനെ ഞങ്ങൾ ഈ ഫ്ലവർ ബൊക്കെയൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെച്ച് ആളിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി വരണുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ആളിനെ നമ്മളും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആളാണ് ദേ ഈ വരണത്. ഞങ്ങൾ ദിവസം ഒരു 2-3 മണിക്കൂർ സംസാരിക്കാറുണ്ടെങ്കിലും കണ്ടിട്ട് കുറച്ചധികമായി. അതിൻ്റെ സന്തോഷം രണ്ടുപേരുടെ മുഖത്തുമുണ്ട്. ഞാനിങ്ങനെ സർപ്രൈസ് ചെയ്യുമെന്ന് ആളും വിചാരിച്ചില്ല. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു പോകണേണ്ട നിങ്ങളെ ഇത് സംസാരിക്കാത്ത എന്ന് പുതുതായിട്ട് കണ്ട ആൾക്കാരാണെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ, വെറുതെ എന്തൊക്കെയോ പറഞ്ഞു പോകണുണ്ട്, ഒരു സന്തോഷം. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. ഞങ്ങൾ നേരെ വരണ വഴിക്ക് ഹലായിസ് കയറി ഒരു ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നീ എന്തിനാ ഇതൊക്കെ ഞങ്ങളോടൊന്ന് പറയണമെന്ന് ചോദിച്ചാൽ, ഞാനും പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി എനിക്കിതൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങളല്ലേ ഉള്ളൂ, പറയാനും കേൾക്കാനും നിങ്ങളേ ഉള്ളൂ. അപ്പം എൻ്റെ സന്തോഷം അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അങ്ങനെ ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് തിരക്കുകളുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.